വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് സഭയിലെ ഗുരുതരമായൊരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നു. സഭയിലെ അനാചാരവും അതിന് സഹിക്കുന്ന അവസ്ഥയും. സഭയിലെ ഒരാൾ വ്യഭിചാരം ചെയ്യുന്നതായി അറിയപ്പെടുന്നു. സഭ അത് സഹിക്കുന്നതിൽ പൗലോസ് കടുത്ത ശാസനം നൽകുന്നു. സഭയിൽ നിന്ന് അത്തരക്കാരനെ പുറത്താക്കണമെന്നും ക്രിസ്തുവിന്റെ വിശുദ്ധി സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറയുന്നു. സഭയിൽ ശുദ്ധിയും വിശുദ്ധിയും നിലനിർത്തണം. പാപത്തെ സഹിക്കരുത്, മറിച്ച് ശാസിക്കണം. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. 5-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. പൗലോസ് പുളി എന്ന ഉപമ ഉപയോഗിച്ച് ചെറിയൊരു ദോഷം മുഴുവൻ സമൂഹത്തെയും മലിനമാക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ യാഗം നമ്മെ ശുദ്ധീകരിച്ചതിനാൽ വിശ്വാസികൾ പഴയ പാപജീവിതം വിട്ട് പുതുതായി ജീവിക്കണം. സഭയിലുള്ളവരോട് ശാസനം നടത്തേണ്ടത് സഭയുടെ ഉത്തരവാദിത്തമാണെന്നും സഭയ്ക്ക് പുറത്തുള്ളവരെ ദൈവം വിധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 6-ാം അധ്യായത്തിൽ സഭയിലെ തർക്കങ്ങൾ, വിശുദ്ധരുടെ വിധി, ശരീരം ദൈവത്തിന്റെ ആലയമെന്ന ഓർമ്മപ്പെടുത്തൽ, വിശുദ്ധീകരണം എന്നിവയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് സഭയിലെ നിയമവിവാദങ്ങളെയും ശുദ്ധജീവിതത്തെയും കുറിച്ച് സംസാരിക്കുന്നു. വിശ്വാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ അവിശ്വാസികളുടെ കോടതിയിൽ കൊണ്ടുപോകുന്നത് സഭയ്ക്ക് അപമാനമാണ്. വിശ്വാസികൾ ലോകത്തെ വിധിക്കും, അതിനാൽ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വിധിക്കാൻ കഴിയണം. സഹോദരരോട് കേസ് കൊടുക്കുന്നത് തന്നെ പരാജയമാണ്. അവർ ക്രിസ്തുവിൽ സഹിക്കേണ്ടതാണ്. വ്യഭിചാരികൾ, വിഗ്രഹാരാധകർ, മദ്യപാനികൾ, കൊള്ളക്കാരന്മാർ തുടങ്ങിയവർ ദൈവരാജ്യം അവകാശപ്പെടുകയില്ല. എന്നാൽ വിശ്വാസികൾ കഴുകപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരും നീതീകരിക്കപ്പെട്ടവരുമായിരിക്കണം. നിങ്ങളുടെ ശരീരം നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ വില കൊടുത്തു വാങ്ങപ്പെട്ടവരാണ്. അതിനാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.